ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൺ അറ്റ് ഷാൻഡം വേൾഡ്. അപ്പം നമുക്ക് റിയാദ് ട്രിപ്പിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. ദമാമിൽ നിന്ന് 4 മണിക്കൂർ ജേർണി ഉണ്ട് റിയാദിലോട്ട്. അതുകൊണ്ട് അതിരാവിലെ തന്നെ ദമാമിൽ നിന്ന് യാത്ര തിരിച്ചു. റിയാദിലെത്തി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഉള്ള യാത്ര ആരംഭിച്ചു. കുറെ നാളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചതാണ് എഡ്ജ് ഓഫ് ദ വേൾഡ് കാണാൻ പോകണമെന്ന്. ഞങ്ങൾ യാത്ര തിരിച്ചു. റിയാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം 2 hours ജേർണി ഉണ്ട് എൻഡ് ഓഫ് ദ വേൾഡിലേക്ക്. ആദ്യത്തെ ഒരു 1 hour നല്ല സുഖകരമായ യാത്രയായിരുന്നു, നല്ല റോഡും ഒക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫ് റോഡിലോട്ട് തിരിഞ്ഞു. ഇനിയുള്ള 1 hour യാത്ര ഈ ഓഫ് റോഡിലൂടെയാണ്. എഡ്ജ് ഓഫ് ദ വേൾഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, 4-wheel ഡ്രൈവ് ഉള്ള വണ്ടി മാത്രമേ ഈ സ്ഥലത്തോട്ട് വരികയുള്ളൂ. വണ്ടിയും അത് ഓടിക്കാനുള്ള ഡ്രൈവറെയും ഹയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള ഡ്രൈവാണ്. ഇത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെയുള്ള റോഡാണ്. ഇവിടെ റോഡെന്ന് പറയാനൊന്നും കാണുന്നില്ല. നമ്മുടെ ഡ്രൈവർ ഇതിനു മുമ്പ് ഒത്തിരി തവണ എഡ്ജ് ഓഫ് ദ വേൾഡ് വന്നിട്ടുള്ളത് കൊണ്ട് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഞങ്ങളെ നേരെ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു. സ്ഥലം അത്ര പരിചയമില്ലാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ട്രാപ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഡ്രൈവിങ്ങും നല്ല ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ. ഉള്ളവരാണെങ്കിൽ അതിലുള്ള സാധനങ്ങൾ, അതായത് മരുന്ന്, പില്ലോസ്, നെക്ക് പില്ലോ ഒക്കെ കരുതേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു കടയും ഒന്നും കാണാൻ പറ്റില്ല. ഈ ഓഫ് റോഡിലൂടെ നല്ല ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. അപ്പോഴാണ് ഡ്രൈവർ ഒരു അണ്ടർഗ്രൗണ്ട് കേവിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ വലിയ താല്പര്യമായി. അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങൾ ആ കേവ് ഒന്ന് സന്ദർശിക്കാൻ തീരുമാനിച്ചു. വളരെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് ആ കേവിനുള്ളത്. കഷ്ടിച്ചൊരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓപ്പണിംഗ് ആണ്. അവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പതുക്കെ എല്ലാവരും അതിനകത്തോട്ട് ആ ഏണി വഴി ഇറങ്ങി. ഉച്ചയ്ക്കൊരു 2 മണിക്ക് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത്. പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഈ ഗുഹയ്ക്കകത്ത് നല്ല തണുപ്പ്. അതിനകത്ത് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. സമയം ആ ഗുഹയിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും എഡ്ജ് ഓഫ് ദ വേൾഡിലോട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങി. അവിടെ വിജനമായ റോഡ് നീണ്ടു നിവർന്ന് കിടന്നിരുന്നു.
ഇവിടെ നിന്നും ഇനിയും ഒരു അരമണിക്കൂർ യാത്ര കൂടെ ഉണ്ട് എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തിച്ചേർന്നു. ഇവിടെ വന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മറന്നുപോകും. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? യാത്രയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അതുവരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.